ജീവിതത്തിൽ നിനക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമാണോ അതോ അവസാനമാണോ എന്ന്? എന്നാൽ അങ്ങനെ ചോദിക്കാൻ സമയമായിട്ടില്ല. പലരും സീറോ എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിൽ കുടുങ്ങിപ്പോകുന്നത് അവരുടെ സാഹചര്യം കൊണ്ടല്ല, മറിച്ച് അവരുടെ മനസ്സ് അതിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. സത്യം പറയട്ടെ, ലോകത്ത് ആരും ഒരു ഹീറോയായി ജനിക്കുന്നില്ല. എല്ലാവരും ഒരു സാധാരണക്കാരിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ചിലർ മാത്രം ഹീറോ എന്ന പദവി കീഴടക്കുന്നു. ആ പദവി കീഴടക്കിയവർ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് മറ്റുള്ളവരെ നീ എങ്ങനെ കേൾക്കുന്നു എന്നത്. നീ ആരാണെന്ന് ലോകം പറയുന്നത് വിശ്വസിച്ചാൽ നിനക്ക് ഒന്നുമാകാൻ കഴിയില്ല. നിന്റെ വ്യക്തിത്വം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ നിന്നല്ല നീ തീരുമാനിക്കേണ്ടത്. കാരണം അവർക്ക് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുകൊണ്ട് മാത്രമാണ് അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്നത്. അവർക്ക് നിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാകുന്നില്ല. നിന്റെ ആ മൂല്യം നീ മനസ്സിലാക്കുന്നിടത്താണ് നിന്റെ വിജയം. നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെയാണ്, അല്ലെങ്കിൽ എന്താണ് എന്നല്ല, ഇനി എവിടേക്ക് പോകാം, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടാം എന്നുള്ളത്. പിന്നെ വരുന്നൊരു കാര്യമാണ് നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ. അതിനെ ഒരു ആഗ്രഹമായി നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. അതിനെ ഒരു ഭാരമായി വേണം നമ്മുടെ മനസ്സിൽ ചുമക്കാൻ. നീ ഉറങ്ങുമ്പോൾ പോലും അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അടുത്തതാണ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം. ഇതൊരു മോട്ടിവേഷൻ അഥവാ പ്രചോദനം നൽകുന്ന ഒരു വാക്കായി മാത്രം കാണരുത്. അത് നിൻ്റെ സ്വഭാവത്തിൽ കൊണ്ടുവരണം. അത് നിൻ്റെ ജീവിത രീതികളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ്. ആരും കാണാനില്ലാത്തപ്പോൾ നീ ചെയ്യുന്ന കഠിനാധ്വാനം തന്നെയാണ് നീ ആരാകണമെന്ന് തീരുമാനിക്കുന്നത്. അച്ചടക്കമില്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറുമൊരു വാക്ക് മാത്രമായി മാറും. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും ചെയ്യുന്നതും നിന്റെ അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ലോകം ഇന്ന് ചോദിക്കുന്നത് നീ എന്തു പഠിച്ചു എന്നല്ല, നിനക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നീ മാറുന്നില്ലെങ്കിൽ ലോകത്തിന് നിന്നെ ആവശ്യമില്ലാതായി വരും. അടുത്തത്, നീ നിൻ്റെ സമയം ആരോടാണ് കൂടുതൽ ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും ഉള്ളവർ നമ്മുടെ വിജയത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നു. ചിലപ്പോൾ അവർ പ്രചോദനമാകാം നിനക്ക് നൽകുന്നത്, ചിലപ്പോൾ അവർ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നതുണ്ടായിരിക്കാം. അവസാനമായി, നമ്മൾ ഒരിക്കൽ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ശ്രമിക്കണം. പരാജയം എന്നത് ഒന്നിൻ്റെയും അവസാനമല്ല, അത് നമ്മുടെ തെറ്റുകൾ പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിനക്ക് തോന്നുന്നില്ലേ നിന്റെ ജീവിതം അവസാനിക്കാൻ സമയമായിട്ടില്ല എന്ന്? നിനക്കും ജീവിതത്തിൽ വിജയിക്കണ്ടേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.